ഹലോ ഗാസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ കാണാൻ പോകണം. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. സോ ടൊബിൻ മലു ദിസ് ഇസ് ജാസ്മിൻ വോയിസ്. അപ്പം എല്ലാവർക്കും താടി സംരക്ഷണം അല്ലെ, താടി സംരക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുറെ പേർക്ക് താടി കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകളൊക്കെയാണ് അല്ലെ. അപ്പം താടിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മുടെ താടിയൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കപ്പെടുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണ്. അപ്പം താടിക്കാരന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പ്രൊഡക്റ്റ് ഇതാണ്. നമ്മുടെ സിയന്റെ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി നേച്ചേഴ്സ് ബ്യൂട്ടി. ഒരു താടിക്ക് ഉപയോഗിക്കുന്ന ഒരു മാസ്ക് പോലെ, താടിക്കുന്നല്ല, മോസ്റ്റ്ലി നമ്മുടെ ഹെയറിന് ഉപയോഗിക്കുന്ന ഒരു മാസ്ക് പോലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാനിത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം കേട്ടോ. താടിയുള്ളവർക്ക് അറിയാം, താടി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നുമല്ല. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ആക്ച്വലി. താടി ഡെയിലി സംരക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതല്ലേ. അപ്പൊ അതിനുള്ള എന്താ പറയാ, ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതും എന്താ പറയാ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ നമ്മുടെ താടി, ഞാനൊക്കെ താടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താടിയുടെ ക്രീമുകളൊക്കെ സാധാരണ നമുക്ക് കുറച്ചൊന്ന് ഒരു ഫ്രഷി കൈൻഡ് ഓഫ് ലുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഓവർ ഷാംപൂയിങ് അല്ലെന്നുണ്ടെങ്കിൽ ഓവർ സോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ താടി അങ്ങോട്ട് എന്താ പറയാ ഒരു ഡള്ളായിട്ട് പിന്നെ ഒരു മടക്കൊക്കെ വീഴും. നമുക്ക് സത്യം പറയാം, നമുക്ക് താടിയുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ചീകുമ്പോൾ അത് കറക്റ്റ് ലെവലിൽ കിട്ടത്തില്ല. നമ്മളത് മടങ്ങി അല്ലെങ്കിൽ ഒരു ഹെയറിനൊരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലൊക്കെ ഫീൽ ചെയ്തിട്ട് ഒരു വെളുപ്പ് ലുക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ സാധനം. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹാർഡ് വാട്ടറിന്റെ, ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ അത്ര എന്താ പറയാ നല്ല വാട്ടർ ഒന്നും ആയിരിക്കില്ല നമുക്ക് ഇടണം. അപ്പൊ അതുകൊണ്ട് കുറെ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് താടിക്ക് കുറെ പ്രശ്നം വരാം. ചിലപ്പോൾ കൊഴിയാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ തിക്നെസ് കുറയാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജട പിടിക്കുന്ന രീതിയിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വരാം. സാധാരണ നമ്മൾ കണ്ടീഷണറൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, ഇടയ്ക്ക് കണ്ടീഷണറൊക്കെ ആഴ്ചയിൽ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാറുണ്ട് താടിക്കകത്ത്. അപ്പൊ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മാസ്ക് ആണ് ആക്ച്വലി. സോ ഇത് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് നല്ലൊരു എന്താ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. ഹൈ ക്വാളിറ്റി ഒലിവ് ഓയിലിന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സിഎൻഡി ആണ് ആക്ച്വലി ഇത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒലിവ് ഓയിൽ വെച്ചിട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. സോ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലായത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ സെയിം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം 96% ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. ഇത് മോസ്റ്റ്ലി നമ്മൾ ഒരു അധികം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരുന്ന ഒലിവ് ഓയിലിന്റെ ഗുഡ് ക്വാളിറ്റി ഒലിവ് ഓയിലാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ആക്ച്വലി. അപ്പൊ ഇത് നമ്മൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മളിത് ഈ ക്രീം നമ്മൾക്കിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന്റെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് നല്ല മസാജ് കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കണ്ടീഷണർ ഷാമ്പു ഇട്ട് കഴുകിയിട്ട് കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാറ്റം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കമ്പനിയുടെ പേര് സിയൻ എന്നാണ് കേട്ടോ. സോ ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഇപ്പം ഇവിടെ അയർലൻഡിൽ ഇപ്പം നമുക്ക് ലിഡിൽ അവൈലബിൾ ആണ്. ടെസ്കോയിലുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ഞാൻ ലിഡിൽ നിന്നാണ് ഇത് കിട്ടിയത്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നല്ലൊരു മണവും ഒക്കെ ഉണ്ട് ഇതിന്. അടിപൊളിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ താടിയൊക്കെ കേട്ടോ. ഇപ്പം മെയിനായിട്ട് ഈ ഒരു ക്രീം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്തൻസ് ആൻഡ് പ്രൊട്ടക്ട്സ്, അല്ല നമുക്ക് ഹെയർ ഡാമേജ് നമുക്ക് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നോക്കിയ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ താടി ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചീകി ഒതുക്കി സെറ്റപ്പായിട്ട് വേണമല്ലോ പോകാൻ. നമുക്ക് ആ സമയത്ത് നമുക്കറിയാം, നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് കുഴിഞ്ഞിരുന്നിട്ട് മറ്റേ ഭാഗത്ത് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ലെവലേ അല്ലാത്ത രീതിയിൽ താടിയിരിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് നോട്ടീസ് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തപ്പിയത് ആക്ച്വലി. അപ്പം ഇത് പറ്റാൻ തുടങ്ങി. പിന്നെ ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ അനുസരിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ക്രീമാണ്. ക്രീമി ടെക്സ്ചറുള്ള ഒരു അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. സിഎൻഡി ആണ് കമ്പനി, നേച്ചേഴ്സ് ബ്യൂട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്.
ഇത് ഒരുപാട് നമ്മളിപ്പോൾ പറ്റേണ്ട കാര്യമില്ല. ഏകദേശം ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ നല്ല സ്കൂപ്പ് എടുത്തതിന് ശേഷം താടിയിലേക്ക് നമ്മൾ താടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് പറ്റി കൊടുത്തിട്ട് മസാജ് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യരുത്. മേ ബി ആഴ്ചയിൽ ഒരു 2 ദിവസമോ ഒക്കെ ചെയ്താൽ മതി. നമ്മുടെ നഖത്തിന്റെ ആ ഭാഗം കൊണ്ട് നന്നായിട്ട് ചേർത്ത് നല്ല റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക താടിക്കകത്തേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താടിക്ക് നല്ലൊരു ഉള്ളു പോലെ നമുക്ക് തോന്നും. മീൻസ് നല്ലതായിട്ട് ഇതായിട്ട് വരിക. തടിയിലും മീശയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ പൊട്ടാനോ ഓയിൽ നല്ല അടിപൊളി സാധനമാണ്. പൊട്ടാനോ ഓയിൽ യൂസ് ചെയ്യുക, അപ്പം ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരുന്നു. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് പൊട്ടാനോ യൂസ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ച് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എന്നാണ് കമ്പനിയുടെ പേര്. ഹെയർ മാസ്ക് മെഡിറ്ററേനിയൻ ഒലിവ് ഓയിൽ. അപ്പോൾ അങ്ങനെ കടിച്ചു കൊടുത്താൽ ഒരു വർഷം കിട്ടുമായിരിക്കും കേട്ടോ. ഇതാണ് പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.